ഇതിലൂടെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കും എന്തുവന്നു. പക്ഷേ ഇതൊരു മലയാണ്. മഞ്ഞപ്പാറ എന്നറിയുന്നൊരു ഏരിയയാണ്. ഇവിടെ ഒരു അപ്പൂപ്പൻ അമ്മുമ്മ സങ്കല്പത്തിൽപ്പെട്ട ഊരാളി സമുദായപ്പെട്ട കുറേ വ്യക്തികൾ പൂജിക്കുന്ന ഒരു കാവുകളൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ഇവിടെ ആർക്കും വേണ്ടാതെ സർക്കാർ എന്താ പറയുന്നത് ആയിരവല്ലി എന്നെഴുതി വിടും. അത് നിങ്ങൾ മനസ്സിലാക്കും. ആയിരവല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു കണക്കാണ്. കേരളത്തെ ആയിരവല്ലി എന്ന് പേരുള്ള സ്ഥലമാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ നാട്. പണ്ടിങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ആയിരവല്ലി എന്ന് രേഖപ്പെടുത്തിയിട്ട് ഈ വസ്തുക്കൾ അവസാനം ഇവിടെ 5 ഏക്കർ വെച്ച് സാധാരണപ്പെട്ടവർക്ക് എഴുതി കൊടുത്തായിരുന്നു. ഈ വേട്ടാവളിയന്മാർ കുടുംബക്കാരോടെ മദ്യവെച്ചും കുടിച്ചും ഇവിടെയുള്ളവർക്ക് കൊടുത്ത് അങ്ങനെ ഇപ്പോൾ ഇവിടെ മുസ്ലിം ക്രിസ്ത്യാനി സമുദായക്കാരാണ് ജീവിക്കുന്നത്. ഇവർ വാടകയ്ക്കും 1500 കുടുംബങ്ങളുള്ള ഇപ്പോൾ ഇവിടെ ചുള്ളിപ്പറയ്ക്ക് ഒരു 100-300 കുടുംബമുണ്ട്. എന്തുകൊണ്ടാണ് പറയുന്നത്? അവർക്ക് വിറ്റ് കുടിക്കുക, ബാക്കി എല്ലാവർക്കും ഒന്നും ആനന്ദിക്കുക. അങ്ങനെ ഇവിടെ കല്ല് മുറിക്കാനൊക്കെ വന്നായിരുന്നു. അവസാനം ആ കല്ല് മുറിക്കാൻ വേണ്ടി സമരമൊക്കെ വന്നപ്പോൾ തന്നെ ഇത് കണ്ടോ ഒരു ഹോളടിച്ചേക്കുന്നത്. ഇതൊക്കെ തമിഴ് വെച്ചതിൻ്റെതാണ്. ആരുമില്ലാതായി. അവസാനം ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടതും ഹിന്ദു സമുദായ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട അവർ പറഞ്ഞത് ഇതിവിടെ ഒരു അപ്പൂപ്പനുണ്ട്, മലപ്പേരും അപ്പൂപ്പൻ, ഇതൊരിക്കലും പൊട്ടിക്കാൻ കഴിയത്തില്ല, ഞങ്ങളെ വിശ്വാസമാണെന്ന് പറഞ്ഞു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പല വീടിനും ഇത് ക്രഷർ വരാണെങ്കിൽ ക്രഷർ പൊടി ശല്യം കൊണ്ട് അസുഖം വരും എന്ന് വെച്ചാൽ അവർ മനസ്സിലാക്കി അവർ ഇവിടെ കൂടെ നിന്നു. കാവ്യം കെട്ടിയിട്ട് കുറേ വേട്ടാളിയന്മാർ ഇത് പോണ്ട് രാജ്യത്തിനെയും നാടിനെ ഉദ്ധരിക്കുകയെന്ന് പറഞ്ഞു. അവർ ഉദ്ധരിക്കുന്നത് എന്തെന്നാ? കാട് വെട്ടിത്തെളിക്കുക, കാവ് അമ്പലമാക്കുക, പ്രകൃതി. അത് കേന്ദ്ര സർക്കാർ പറയുന്നത് എന്തുവാ? കാവ് സംരക്ഷിക്കണമെന്ന്. കേരളത്തിൽ നേരെ തിരിച്ചാൽ മരങ്ങൾ മുറിച്ചിട്ട് ബിൽഡിങ് പണിയുക. ചൂട് കൊണ്ട് തിരിക്കാൻ വയ്യ. എത്രയും പേര് ബിൽഡിങ് പണി വെച്ചേക്കോ. ഇത്രയും വീട് പണിഞ്ഞിട്ട് ഒരു വ്യക്തി പോലും താമസിക്കുന്നില്ല. അറിയാവോ? താമസിക്കാൻ മണ്ണിലാണ് കിടക്കുന്നത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകുടുംബത്തോടെ താമസിക്കാൻ ശ്രമിക്കുക. എൻ്റെ ഒരു കൂട്ടുകുടുംബമാണ്. 16 പേര് എൻ്റെ വീട്ടിൽ ഉണ്ട്. ഞങ്ങൾ അതാണ് കൂട്ടുകുടുംബം. പലവരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി താമസിക്കാൻ നഹിഹേ. മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ കേരള, മെയ്ഡ് ഇൻ കൊല്ലം, SK കേരള. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. സ്നേഹത്തോടെ.